മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ പാതി ധൈര്യമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന രാഹുൽ ഗാന്ധിയുടെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ട് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ടാകും. അതുമാത്രമല്ല, പിന്നാലെ വരുന്നു അതിലും തീപാറുന്ന വാക്കുകൾ. അത് പ്രിയങ്ക ഗാന്ധിയുടെ വക. അമേരിക്കൻ പ്രസിഡന്റിന് മുന്നിൽ മോദി കുമ്പിട്ട് നിൽക്കുകയാണെന്ന പ്രിയങ്കയുടെ തീപ്പൊരി ഡയലോഗ് കേട്ടപ്പോൾ പാർലമെന്റ് മൊത്തം കുലുങ്ങിയതുപോലെ. ഇടവേളയ്ക്ക് ശേഷം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലാണ് രാഹുലും പ്രിയങ്കയും തീപാറും പ്രസംഗങ്ങൾ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് രാഹുൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. നിങ്ങൾ നുണയനാണ്, സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ വ്യോമസേനയെ ഉപയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 29 തവണയാണ് പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയുടെ 50% ധൈര്യമെങ്കിലും ഉണ്ടെങ്കിൽ ട്രംപ് കള്ളം പറയുകയാണെന്ന് പ്രഖ്യാപിക്കണം. പാക് സൈനിക ജനറൽ അസിം മുനീറിനെ എന്തിനാണ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതെന്ന് ട്രംപിനോട് ചോദിക്കണമെന്നും രാഹുൽ വെല്ലുവിളിച്ചു. ശത്രുവിനെതിരെ സൈന്യത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം. കേന്ദ്ര സർക്കാരിന് ആ ഇച്ഛാശക്തി ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാകിസ്ഥാനെ ആക്രമിക്കാൻ താല്പര്യമില്ലെന്നും അതിനുള്ള ഇച്ഛാശക്തി ഇല്ലെന്നും കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞു. ഒരിക്കൽ ആക്രമിച്ചെന്നും ഇനി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കില്ല എന്നും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമിക്കില്ല എന്നും പാക് അധികൃതരോട് കേന്ദ്രം പറഞ്ഞു. കേന്ദ്ര സർക്കാർ സൈനികരുടെ കൈകെട്ടി സൈനിക കേന്ദ്രം ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ശേഷം സൈന്യത്തെ ആക്രമണത്തിന് വിട്ടാൽ എന്താകും സ്ഥിതിയെന്ന് രാഹുൽ ചോദിച്ചു. കേന്ദ്ര സർക്കാർ 30 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങി. രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്ന് കേന്ദ്രം തെളിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ജനറൽ അസിം മുനീറാണ്. അയാളെ ട്രംപ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. പ്രധാനമന്ത്രി മോദി ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെ അറിയിച്ചു. ഞങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ലെന്നാണ് BJP ഇന്ത്യ മുഴുവൻ പറഞ്ഞു നടന്നത്. അതിന് 30 മിനിറ്റിന് ശേഷം യുദ്ധം അവസാനിച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അറ്റാഷെ ക്യാപ്റ്റൻ ശിവകുമാർ പറഞ്ഞത് എന്താണ്? ഇന്ത്യക്ക് നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനോട് ഒരിക്കലും യോജിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിമാനം വീണെങ്കിൽ അത് വ്യോമസേനയുടെ തകരാറല്ല, കേന്ദ്ര സർക്കാരിന്റെ തകരാറാണ്. സൈന്യത്തിന്റെ കൈ കെട്ടിയ ശേഷമാണ് അവരെ ആക്രമിക്കാൻ പറഞ്ഞുവിട്ടതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാഹുലിന്റെ സഹോദരിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയും മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം. ഒരു യുദ്ധം ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിർത്തി. അത് ഇന്ത്യയുടെ സർക്കാരോ സൈന്യമോ പറഞ്ഞിട്ടല്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട്. ഈ സർക്കാർ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഒരു വിശ്വാസ്യതയും സർക്കാരിനില്ല. അവരുടെ ഹൃദയത്തിൽ ജനങ്ങൾക്ക് സ്ഥാനമില്ല എന്നും പ്രിയങ്ക തുറന്നടിച്ചു. ഒരു കേന്ദ്രമന്ത്രി എൻ്റെ അമ്മയുടെ കണ്ണീരിനെ കുറിച്ച് സംസാരിച്ചു. എനിക്കതിന് ഉത്തരമുണ്ട്. തീവ്രവാദികൾ അച്ഛനെ കൊന്നപ്പോഴാണ് എൻ്റെ അമ്മയുടെ കണ്ണുനീര് വീണത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 പേർക്ക് വേണ്ടിയാണ്. എനിക്ക് അവരുടെ വേദന മനസ്സിലാകും. നിങ്ങൾക്കത് മനസ്സിലാകില്ല. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി 1 മണിക്കൂർ പ്രഭാഷണം നടത്തി. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം അദ്ദേഹം മിണ്ടിയില്ല. ആ ചോദ്യം ആവർത്തിക്കാതെ തരമില്ല. 26 പേർ വെടിയേറ്റു വീണ സംഭവം എങ്ങനെ ഉണ്ടായി എന്ന്. സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ജനങ്ങളോട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് എല്ലാം രാഷ്ട്രീയമാണ്, പ്രശസ്തി ഉണ്ടാക്കാനുള്ള മാർഗമാണ് എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും യുദ്ധം നിർത്തിയത് ഞാൻ ഇടപെട്ടിട്ടാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തടയിടാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യൻ സൈന്യത്തെയും പരമാധികാരത്തെയും അവമതിക്കുമ്പോഴും മറുപടി പറയാൻ ഇന്ത്യയുടെ എക്കാലത്തെയും ശക്തനായ ഭരണാധികാരിയെന്ന് അവകാശപ്പെടുന്ന മോദി വിയർക്കുകയാണ്. ട്രംപ് പറയുന്നത് ശരിയല്ല എന്ന് ആർജവത്തോടെ പറയാൻ മോദി തയ്യാറാകുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച അവകാശവാദങ്ങളെ സംശയത്തിലാക്കുന്നതാണ് ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ഇന്ത്യയുടെ ഭരണപരവും നയപരവുമായ വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നതും പതിവ് കാഴ്ചയായി. എന്നിട്ടും പ്രധാനമന്ത്രി മൗനം തുടരുന്നത് അമേരിക്കയോടുള്ള വിധേയത്വമാണെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് 25 തവണയാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പലവട്ടം ഇത് നിഷേധിച്ചു. രംഗത്ത് വന്നിട്ടും ട്രംപ് കിട്ടുന്ന വേദികളിലെല്ലാം ഇക്കാര്യം ആവർത്തിക്കുന്നു. പ്രധാനമന്ത്രി ഒരിക്കൽ പോലും അത്
അത് നിഷേധിക്കുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം കേന്ദ്ര സർക്കാർ വികലമാക്കി. ഒരു രാജ്യവും ഇന്ത്യയെ പിന്തുണച്ചില്ല. ആഗോളതലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇങ്ങനെ നീളുന്നു രാഹുലിന്റെ വിമർശനങ്ങൾ. ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ പാകിസ്ഥാൻ ആരോപിക്കുന്നത്. 3 യുദ്ധവിമാനങ്ങൾ വീണെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തു. അന്നൊന്നും മിണ്ടാതിരുന്ന ട്രംപ് അടുത്തിടെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്ക് നൽകിയ അത്താഴ വിരുന്നിലാണ് ആദ്യമായി വിമാനങ്ങൾ വീണ കഥ പറഞ്ഞത്. 3, 4 അതോ 5 വിമാനങ്ങൾ വീണിട്ടുണ്ട്, അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ആരുടെ വിമാനങ്ങൾ എന്നതിൽ തന്ത്രപരമായ മൗനവും തുടർന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴും ട്രംപ് വാക്കുകൾ ആവർത്തിച്ചു. അതേ വാചക ഘടന. അപ്പോഴും ആരുടെ വിമാനങ്ങൾ എന്നതിൽ വീണ്ടും മൗനം തന്നെ. പാകിസ്ഥാന്റെ പല മടങ്ങ് കരുത്തുള്ള ലോകത്തെ 3ാമത്തെ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ വാദഗതികളെ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ മറ്റൊരു രാഷ്ട്രത്തലവൻ ഇന്ത്യയുടെ പരമാധികാരത്തെ വകവയ്ക്കാതെ ഉത്തരവാദിത്വമില്ലാതെയാണ് കേന്ദ്ര സർക്കാർ സംസാരിക്കുന്നത്. ഇത് തള്ളാനോ കൊള്ളാനോ നിൽക്കാതെ ഇരുട്ടിൽ തപ്പുന്നതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്.